രാജ്യതലസ്ഥാനത്ത് നടന്ന സമരപോരാട്ടങ്ങൾ വൻ വിജയത്തിൽ കലാശിച്ചതിന് പിന്നാലെ നിർണായക പങ്കുവഹിച്ച വിദ്യാർത്ഥി സംഘടനകൾക്ക് കോക്രോച്ച് ജനതാ പാർട്ടി ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സമരം വിജയിപ്പിക്കുന്നതിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ SFI, AISF എന്നിവ നൽകിയ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ചെറുതല്ലെന്ന് പാർട്ടി വ്യക്തമാക്കുന്നു. CJPയുടെ ഔദ്യോഗിക വക്താവ് അശുതോഷ് റംഗയാണ് എക്സ് മാധ്യമത്തിലൂടെ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമരത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്നതിലും ദേശീയ തലത്തിൽ വിഷയം ചർച്ചയാക്കുന്നതിലും ഈ സംഘടനകൾ വഹിച്ച പങ്ക് വലുതാണെന്നാണ് അവർ പറയുന്നത്. SFIക്കും AISFനും പുറമെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും CJP നന്ദി അറിയിച്ചിട്ടുണ്ട്. യുവാക്കളുടെ ഈ ഐക്യം ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അഭിജിത് ദീപ്കെയുടെ പോരാട്ടവും പ്രതികരണവും ആശുപത്രി കിടക്കയിൽ നിന്നും സമരവേദിയിലേക്ക് തിരിച്ചെത്തി രാജ്യത്തെ ഞെട്ടിച്ച അഭിജിത് ദീപ്കെ വിജയത്തിനു ശേഷവും തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയുണ്ടായി. രോഗബാധിതനായി ചികിത്സയിലായിരുന്നിട്ടും ശരീരത്തിന്റെ അവശതകൾ വകവയ്ക്കാതെയാണ് അഭിജിത്ത് സമരവേദിയിലേക്ക് എത്തിച്ചേർന്നത്. സമരം വിജയിപ്പിച്ച ഓരോരുത്തർക്കും നന്ദി പറഞ്ഞ അഭിജിത്ത് പ്രസ്ഥാനത്തെയും തന്നെയും വിമർശിച്ച് നേർവഴി നടത്താൻ ശ്രമിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും വിമർശകർക്കും നന്ദി രേഖപ്പെടുത്തി. CJP മുന്നോട്ട് വെച്ച എല്ലാ വാഗ്ദാനങ്ങളും പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതിന് തങ്ങൾ എക്കാലവും ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇത് നൽകുന്നത്. ദില്ലി പോലീസിന്റെ നിലപാടും നിയമ നടപടികളും സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കാര്യത്തിൽ ദില്ലി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. സമരവുമായി ബന്ധപ്പെട്ട പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അന്തിമ തീരുമാനം വരുന്ന മുറയ്ക്ക് പോലീസ് തുടർ അന്വേഷണ നടപടികൾ നിർത്തിവെക്കും. ഇതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി RML ആശുപത്രി അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചു. ഇത് സമരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒരു പരിധിവരെ കുറച്ചിട്ടുണ്ട്. ബീഹാറിലെ സിവാനിലുണ്ടായ നീറ്റ് പ്രതിഷേധത്തിനിടയിലെ വെടിവെപ്പിൽ 3 പേർക്ക് പരിക്കേറ്റതായി അധികൃതർ സ്ഥിരീകരിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ബീഹാറിൽ ഉടനീളം പോലീസ് സേനയും സുരക്ഷാ ഏജൻസികളും ജാഗ്രത തുടരുകയാണ്. ക്രമസമാധാനത്തിൽ തകരാതിരിക്കാൻ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഒരു ദിവസം കൂടി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ തെറ്റായ വിവരങ്ങളും വ്യാജ പ്രചാരണങ്ങളും തടയുന്നതിനാണ് ഈ നടപടി. രാജ്യത്തിന്റെ യുവരാഷ്ട്രീയത്തിലെ വഴിത്തിരിവ്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന പ്രക്ഷോഭവും അതിന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ പിന്തുണയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു സഖ്യത്തിന്റെയും കൂട്ടായ്മയുടെയും സാധ്യതകളാണ് തുറന്നുകാട്ടുന്നത്. വിദ്യാർത്ഥി യുവജന ശക്തിയെ അടിച്ചമർത്താൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സമരം. രോഗാവസ്ഥയിലും പോരാട്ടം തുടർന്ന അഭിജിത് ദീപ്കെയുടെ ആത്മവീര്യവും തെരുവിൽ അണിനിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഐക്യവും വരുംകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നതിൽ സംശയമില്ല. രാജ്യതലസ്ഥാനത്തെ സമര പോരാട്ടങ്ങൾ വിജയം കണ്ടതിന് പിന്നാലെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവന്നത്. സമരത്തിന് മികച്ച പിന്തുണയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകിയ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ SFI, AISF എന്നിവരെ CJP വക്താവ് അശുതോഷ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രത്യേകമായി പരാമർശിച്ചത്. ഈ സംഘടനകൾ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒപ്പം സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കും CJP നന്ദി അറിയിച്ചിട്ടുണ്ട്. അതേസമയം സമരം വിജയിപ്പിച്ച ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയെന്ന് അഭിജിത് ദീപ്കെ പ്രതികരിച്ചു. തങ്ങളെ വിമർശിച്ച് നേർവഴി നടത്താൻ ശ്രമിച്ചവരോടും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. CJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പൂർണ്ണതോതിൽ നടപ്പാക്കാൻ തങ്ങൾ എക്കാലവും ഒപ്പമുണ്ടാകുമെന്ന് അഭിജിത് വ്യക്തമാക്കി. ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും ഏറെ ദൂരം പോകാനുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ യുവജനങ്ങൾക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറുവശത്ത് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ദില്ലി പോലീസ്. പ്രോസിക്യൂഷൻ വിടുതൽ നടപടികളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായാൽ ഉടൻ തന്നെ തുടർ അന്വേഷണം നിർത്തിവെക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഘർഷത്തിനിടയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനിലയിലും പുരോഗതിയുണ്ട്. യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ശക്തമായ കൂട്ടായ്മയിലൂടെ നേടിയെടുത്ത ഈ വിജയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ദിശാബോധം നൽകുമെന്ന് ഉറപ്പാണ് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇപ്പോൾ നടന്ന ഈ പ്രതിഷേധത്തിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. എന്തുകൊണ്ടോ വിദ്യാർത്ഥി പ്രതിഷേധം വിജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നവർ മനസ്സിലാക്കാതെ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്തു കാര്യത്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്നുപോലും അറിയാതെ ബഹളം വെച്ചവരുടെ ലക്ഷ്യം എന്താണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.